പ്രൈവറ്റ് ബസ് പ്രതിഷേധം, അതുമായി ബന്ധപ്പെട്ട് ഇനി വരാനിരിക്കുന്ന സമരം എല്ലാം കൂടി ചേർത്ത് ഇന്ന് മന്ത്രിതല ചർച്ചയുണ്ടായിരുന്നു. മന്ത്രിയുമായി ബസ് ഉടമകളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അനിശ്ചിതകാല പണിമുടക്ക് ഒഴിവാക്കാൻ സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി നടത്തിയ ചർച്ച പൂർണ്ണമായും ഫലം കണ്ടിട്ടില്ല. ചൊവ്വാഴ്ച മുതൽ പ്രഖ്യാപിച്ച സമരത്തിൽ ഉറച്ചു നിൽക്കുന്നതായി ചർച്ചയിൽ പങ്കെടുത്ത 4-ൽ 3 സംഘടനകളും നിലപാടെടുത്തു. വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് കൂട്ടണമെന്ന ആവശ്യം വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച ചെയ്ത ശേഷം തീരുമാനിക്കാമെന്ന് ചർച്ചയിൽ മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു. 140 കിലോമീറ്ററിന് മുകളിൽ ഓടുന്ന ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകണമെന്ന ആവശ്യം മുഖ്യമന്ത്രിയുമായി തീരുമാനിക്കാമെന്നും മന്ത്രി അറിയിച്ചു. എന്നാൽ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അടക്കം 3 സംഘടനകൾ മന്ത്രിയുടെ നിർദ്ദേശങ്ങൾ തള്ളി. കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം മാത്രമാണ് സമരത്തിൽ നിന്നും പിന്മാറിയത്. 99% കാര്യവും ഈ ചർച്ചയിൽ അവർ ഉന്നയിച്ച ഏതാണ്ട് കാര്യങ്ങളെല്ലാം 95% കാര്യമെങ്കിലും തീർപ്പാക്കിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അവരുമായിട്ട് സമരം തുടരാൻ ഉദ്ദേശിച്ചാൽ ഒന്നുകൂടെ ചർച്ച ചെയ്യും. പെർമിറ്റിൻ്റെ വിഷയം അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സർക്കാർ അംഗീകരിച്ച് നൽകി. ഇവരെ സർക്കാരായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ട് ഈ കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ പോലും ഇല്ലാതാക്കുന്ന ഒരു സമീപനമാണ് മറ്റ് സംഘടനകൾ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഈ സമരത്തിൽ പിൻവാങ്ങാണ്.